صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ليشهدوا منافع لهم ويذكروا اسم الله في أيام معلومات على ما رزقهم من بهيمة الأنعام فكلوا منها وأطعموا البائس الفقير. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, സർവ്വലോക നിയന്താവും രക്ഷിതാവുമായ അള്ളാഹുവിൻ്റെ വിധികൽപ്പനകൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിക്കണമേ എന്ന് ആമുഖമായി സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പൊരുത്തത്തിലായി ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ നമ്മെ ചേർക്കുകയും അങ്ങനെ തന്നെ ദുനിയാവിലെ ജീവിതം റബ്ബിലേക്ക് മടങ്ങുന്ന മഹാഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. ഹിജ്രിയ കലണ്ടറിലെ 1447 വർഷത്തിലെ അവസാനത്തെ മാസമായ ദുൽഹിജ്ജയുടെ തൊട്ടു മുമ്പുള്ള ദുൽഖഅദ മാസത്തിലെ 27 നമ്മളെല്ലാവരും എത്തിച്ചേർന്നിട്ടുള്ളത്. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ ഈ വർഷത്തിലെ ഹിജ്രിയ കലണ്ടറിലെ ഏറ്റവും മഹത്വമേറിയ പുണ്യദിനങ്ങളിലേക്കാണ് വിശ്വാസികളായ നമ്മൾ പ്രവേശിക്കാനിരിക്കുന്നത് ഇൻഷാ അല്ലാഹ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില മര്യാദകൾ, നേടിയെടുക്കാനുള്ള പുണ്യങ്ങൾ, ഇത് സംബന്ധമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഖുതുബ ഉണർത്താൻ ഉദ്ദേശിക്കുന്നത്. ദുൽഹിജ്ജ മാസം എന്ന് പറയുന്നത് വിശ്വാസികളൊക്കെ ആ വിഷയത്തെക്കുറിച്ച് ഉത്ബുദ്ധരാണ്. എന്നാലും ഒരു ഉണർത്തൽ അത് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അറബി കലണ്ടറിലെ അവസാനത്തെ മാസമാണ് ദുൽഹിജ്ജ. അതിൻ്റെ ആദ്യത്തെ 10 ദിനങ്ങൾ എന്ന് പറയുന്നത് ഏറെ പുണ്യമുള്ള, ഒരുപാട് ഫളലുകളുള്ള ദിവസങ്ങളാണ്. അതിലേക്ക് വിരൽ ചൂണ്ടുന്നൊരായത്താണ് ഞാൻ ആദ്യമായി ഓതി വെച്ചത്. സൂറത്തുൽ ഹജ്ജിലെ 28-ാമത്തെ ആയത്ത്. ലിയഷ്ഹദു മനാഫിഅ ലഹും വയദ്കുറു ഇസ്മല്ലാഹി ഫി അയ്യാമിൻ മഅലൂമാത്ത്
അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം ഫകുലൂ മിൻഹാ വഅത്ഇമുൽ ബാഇസൽ ഫഖീർ. ഇതിൻ്റെ ആശയം പറയാം. അയ്യാമിൻ മഅലൂമാത്ത്, എണ്ണപ്പെട്ട ദിവസങ്ങൾ എന്നാണ്. അതിൻ്റെ തഫ്സീർ വായിക്കുമ്പോൾ ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിനങ്ങളാണ് അവിടെ ഉദ്ദേശം. അപ്പം വിശുദ്ധ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട ദിവസങ്ങളാണ് വരാനിരിക്കുന്ന ആദ്യത്തെ ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങൾ. സ്വഹാബികളിൽ പ്രമുഖനാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹു. താബിഈങ്ങളിൽ പ്രമുഖനാണ് ഇമാം മുജാഹിദ് റഹിമഹുല്ലാ. അതുപോലെ അത്താഅ റഹിമഹുല്ലാ, സഈദ് ബിൻ ജുബൈർ, ഹസൻ അൽ ബസ്രി, ഖത്താദ, ലഹാഖ്, ഇബ്രാഹിം അൻ-നഖഈ, അത്താഉൽ ഖുറാസാനി പോലെയുള്ള ധാരാളം സലഫുകൾ അയ്യാമിൻ മഅലൂമാത്ത് എന്നുള്ള ഹജ്ജിലെ 28-ാമത്തെ ആയത്തിലെ അയ്യാമിൻ മഅലൂമാത്ത് ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിനങ്ങളാണ് എന്ന് വിശദീകരിച്ചു എന്ന് ഇബ്നു കസീർ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞതായി കാണാം. ഈ ദിനങ്ങൾക്കും ഇതിലെ കർമ്മങ്ങൾക്കും വളരെയേറെ പ്രാധാന്യങ്ങളും. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ധാരാളം കൃഷി ചെയ്യേണ്ട ആളുകളാണ് നമ്മൾ. എങ്ങനെയുള്ള കൃഷി? നന്മയുടെ കൃഷി. അദ്ദുന്യ മസ്റഅത്തുൽ ആഖിറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്. പരലോകത്തേക്കുള്ള കൃഷിയിടമാണ് ദുനിയാവ്. കൊയ്തെടുക്കാനുള്ളത് ഇൻഷാ അല്ലാഹ് അവിടെ വെച്ചാണ്. അപ്പം നന്മയിൽ അമാന്തം കാണിക്കാത്തവരാണ് നമ്മൾ. നന്മക്കുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്താത്ത ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനി വരലുണ്ടാവുന്ന 2-3 ദിവസങ്ങൾ കഴിഞ്ഞാൽ നമ്മളിലേക്ക് വരാനിരിക്കുന്ന ഈ ദിവസത്തിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പെട്ടെന്ന് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഒന്നാമതായി പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ദുൽഹിജ്ജയുടെ പ്രത്യേകത എന്നാണ്. ദുൽഹിജ്ജയുടെ പ്രത്യേകതകളിൽ ഒന്നാമത്തത്, അള്ളാഹുവിന് ഇഷ്ടമുള്ള ദിനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങളാണ് ദുൽഹിജ്ജയുടെ ദിവസങ്ങൾ എന്നാണ്. എത്രത്തോളമാണ് അതിനെക്കുറിച്ച് നമ്മുടെ നേതാവ് പ്രയോഗിച്ച കാര്യങ്ങൾ? ദുനിയാവിലെ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ദിവസങ്ങൾ എന്നാണ് പറഞ്ഞത്. ഹദീസിൽ നമുക്ക് കാണാം, അഫ്ളലുൽ അയ്യാമി ദുനിയ, ഈ ദുനിയാവിലെ ഏറ്റവും അഫ്ളലായ, ഫളലായ എന്നല്ല പറഞ്ഞത്, അഫ്അൽ വസ്നാണ്, അഫ്ളലായ അതിശ്രേഷ്ഠമായ ദിനങ്ങളാണ് അയ്യാമുൽ അശ്ർ. അയ്യാമുൽ അശ്ർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 10 ദിനങ്ങൾ, ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിനങ്ങൾ എന്നാണ്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, വബിൽ ജുംല ഫഹാദൽ അശ്റു ഖദ് ഖീല ഇന്നഹു അഫ്ളലു അയ്യാമുസ്സന അയ്യാമിസ്സന കമാ നതഖ ബിഹിൽ ഹദീസ് ഫഫളലഹു കസീറുൻ അലാ അശ്രി റമദാനൽ അഖീർ എന്നാണ്. ഇബ്നു കസീറിൻ്റെ സുന്ദരമായൊരു പ്രയോഗമാണ്. അദ്ദേഹം പറയുന്നത് എന്താണ്? നിശ്ചയമായും ഹദീസിൽ വന്നത് പ്രകാരം ഈ വർഷത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങളാകുന്നു ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിനങ്ങൾ എന്നാണ് ഹദീസിൽ വന്ന പ്രകാരം. അദ്ദേഹത്തിൻ്റെ അഭിപ്രായമല്ല, ഹദീസിൽ വന്ന പ്രകാരം ഈ വർഷത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങളാണ് അടുത്ത മാസമായ ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിനങ്ങൾ. അദ്ദേഹം പറയാണ്, അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു വിഷയം സൂചിപ്പിക്കുന്നതായി കാണാം. ശ്രേഷ്ഠതയുടെ കാര്യത്തിൽ ദുൽഹിജ്ജ ആദ്യത്തിലെ ഓരോ ദിനങ്ങളും, എന്താ പറഞ്ഞത്? ശ്രേഷ്ഠതയുടെ കാര്യത്തിൽ ദുൽഹിജ്ജയിലെ ആദ്യത്തെ ഓരോ ദിനങ്ങളും 1000 ദിനങ്ങളെ പോലെയാണെന്നാണ്. അപ്പോൾ ദുൽഹിജ്ജയിലെ ആദ്യത്തെ ഒരു ദിവസം 1000 ദിവസത്തിന് സമമാണ്. അപ്പോൾ അതിലൊരു നന്മ ചെയ്താൽ കിട്ടുന്ന കൂലി എത്രയാ? 1000 ദിനങ്ങൾ ചെയ്ത കൂലിയാണ്. അപ്പോൾ ചില്ലറ പ്രതിഫലാണോ? ആലോചിച്ച് നോക്കൂ. അതായത് അന്ന് നമ്മൾ നമസ്കരിച്ചാൽ 1000 ദിവസം നിസ്കരിച്ച കൂലി, അങ്ങനെയല്ലേ? അന്ന് നമ്മളൊരു നന്മ ചെയ്താൽ 1000 ദിവസം നന്മ ചെയ്ത കൂലി. മാത്രമല്ല അറഫ ദിനം 1000കണക്കിന് ദിനങ്ങൾ പോലെയാണ് എന്നും അദ്ദേഹം വിശദീകരിച്ചതായി നമുക്ക് കാണാം. കാരണം എന്താ? അതൊക്കെ ഈ ദിവസത്തിൽ വരുന്ന, അറഫ ദിനമൊക്കെ ഇതിലിങ്ങനെ വരുന്ന ദിവസങ്ങളാണ്.
ഇനി മാത്രമല്ല, ഈ ദിവസങ്ങളിൽ നാം അനുഷ്ഠിക്കുന്ന സൽക്കർമ്മങ്ങളാണത്രേ ഈ വർഷത്തിൽ നമ്മൾ ചെയ്യുന്ന ഏത് ദിവസത്തേക്കാളും പ്രതിഫലം കിട്ടുന്ന ദിവസങ്ങൾ എന്നാണ്. എത്രത്തോളം അറിയോ? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരാൾക്ക് സ്വർഗത്തിലേക്ക് എളുപ്പത്തിൽ എത്തിപ്പെടാൻ കഴിയുന്ന ഒരു വലിയ ഇബാദത്താണ് ജിഹാദ് എന്ന് പറയുന്നത്. ആ ജിഹാദിനേക്കാളും വലിയ കൂലിയാണ് പോൽ. ജിഹാദിനൊന്നും പോകേണ്ട ആവശ്യമില്ലാതെ തന്നെ നേടിയെടുക്കാൻ കഴിയുന്ന ദിനങ്ങളാണ് ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാ നമ്മളിലേക്ക് കടന്നു വരാനിരിക്കുന്നത്. ആ ദിവസങ്ങളെ പിശാചിൻ്റെ വലയിൽപ്പെട്ട് നഷ്ടപ്പെടുത്തി കളയാതെ നന്മകൾ സ്വായത്തമാക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ ചേർക്കുമാറാകട്ടെ. നോക്കൂ, നിങ്ങൾ ഹബീബായ പ്രവാചകന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രയോഗം തന്നെ എന്താ? മാമിൻ അയ്യാമിൽ അമലു സ്വാലിഹ് ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹ് മിൻ ഹാദിഹിൽ അയ്യാമിൽ അശർ. എന്താ നമ്മുടെ നേതാവ് പറഞ്ഞത്? ദുൽഹിജ്ജയിൽ ആദ്യ 10 ദിനങ്ങളിലെ സൽക്കർമ്മങ്ങളാണ് അള്ളാഹുവിന് ഏറ്റവും പ്രിയമുള്ളത് എന്നാണ്. ഇത്രമേൽ സൽക്കർമ്മം ചെയ്താൽ അള്ളാഹ് ഇഷ്ടപ്പെടുന്ന വേറെ ദിനങ്ങൾ ഇല്ല. എന്താണ് നമ്മുടെ നേതാവിൻ്റെ വായ കൊണ്ട് പറഞ്ഞത്? അന്ന് ചെയ്യുന്ന നന്മയേക്കാൾ കൂലി കിട്ടുന്ന വേറെ ദിനങ്ങൾ ഇല്ല. അപ്പൊ സ്വഹാബികളാണല്ലോ അത് കേൾക്കുന്നത്. സ്വഹാബികളുടെ ഒരു ചോദ്യം എന്താ ചോദിച്ചത്? ഫഖാലു യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ ദൂതരെ, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിനേക്കാളും കൂലിയുണ്ടോ? ജിഹാദ് എന്ന് പറഞ്ഞാൽ അതിന് പല ആശയങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ ദീന് നിലനിൽക്കാൻ വേണ്ടിയുള്ള സായുധ സമര പോരാട്ടത്തിന് ജിഹാദ് എന്ന് പറയും. സ്വന്തം മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നതും ജിഹാദാണ്. സ്വന്തം മനസ്സ് തിന്മയിലേക്ക് വിളിക്കുമ്പോൾ ഞാൻ അതിലേക്കില്ല എന്ന് പറഞ്ഞ് മനസ്സിനോടുള്ള പോരാട്ടം ജിഹാദാണ്. അങ്ങനെ ജിഹാദിന് പല ആശയങ്ങളുണ്ട്. ഈ പറയപ്പെട്ട ജിഹാദുകളിൽ ഏറ്റവും പുണ്യമേറിയ ജിഹാദ് ഏതാണ്? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സായുധ സമര പോരാട്ടങ്ങൾക്ക് ഇറങ്ങുന്ന ജിഹാദാണ്. അങ്ങനെ ഒരു അവസരം ഇപ്പം നമുക്കില്ല. അതിന് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടി വരും. പക്ഷെ ഇപ്പല്ല. ആ ജിഹാദിനെ കുറിച്ചാണ് പറയണത്. വലൽ ജിഹാദു ഫീ സബീലില്ലാ. നബിയെ, ജിഹാദിനേക്കാളും കൂലിയുണ്ടോ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ജിഹാദിനേക്കാളും അതിന് കൂലിയുണ്ട്. ഏതിന്? ഇൻഷാ അല്ലാഹ് വരാനിരിക്കുന്ന ദിവസത്തിൽ ചെയ്യുന്ന നന്മകൾക്ക്. അള്ളാഹു അതിനെ കാര്യമായി ഉപയോഗിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. കേട്ടോ സഹോദരങ്ങളെ, വേറൊരു റിവായത്തിൽ വന്ന എന്താ അറിയുക? മാമിൻ അയ്യാമിൻ അഅ്ളമു ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മഹത്വമായ ദിനം, വലാ അഹബ്ബു ഇലൈഹി മിനൽ അമലി ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അശർ. അഹ്മദിന്റെ മുസ്നദിൽ വന്നതാ, സ്വഹീഹാണ്. വേറെ പുണ്യങ്ങൾ കിട്ടുന്ന ദിനങ്ങളില്ല. ഇങ്ങനെ അങ്ങോട്ട് വായിക്കാൻ തുടങ്ങിയാൽ നമുക്ക് ഈ പരിമിതമായ ഖുത്ബയുടെ സമയം പോരാതെയായി പോവും. അത്രമേൽ പുണ്യമാണ്. ഹജ്ജിനേക്കാൾ പുണ്യമെന്നും ഹദീസിൽ കാണാം. ഹജ്ജിനേക്കാൾ പുണ്യമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നന്മയല്ലേ ജിഹാദ്? ഹജ്ജിനേക്കാളും കൂലിയുള്ള നന്മയാണ് ജിഹാദ്. ആ ജിഹാദിനേക്കാളും കൂലിയാണ് ദുൽഹിജ്ജയിൽ ആദ്യ 10 ദിനങ്ങളെ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്ന ആളുകൾ. ഇസ്ലാമിക ചരിത്രത്തിലെ ഉത്തമ തലമുറയിലെ തൊബക്കകളിലെ ഉന്നതനായ താബിഈയാണ് ഇമാം ഔസാഇ റഹിമഹുല്ലാഹ്. അദ്ദേഹം പറയുകയാണ്, പകലിൽ നോമ്പെടുത്തും രാത്രി കാവലിരുന്നും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവന് തുല്യമാണ് പോൽ മുഅ്മിനീങ്ങളെ ദുൽഹിജ്ജയിലെ നന്മകൾ നേടിയെടുക്കുന്ന ആളുകൾ. ഞാൻ ഒന്നുകൂടെ അത് ആവർത്തിക്കുകയാണ്. പകലിൽ നോമ്പനുഷ്ഠിക്കുക, രാത്രികാലങ്ങളിൽ ഉറക്കമൊളിച്ച് റബ്ബിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുക. ഇവരെക്കാളും പുണ്യമാണത്രേ ദുൽഹിജ്ജയിലെ ദിനങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന ആളുകൾ. മാത്രമല്ല, അള്ളാഹുവിൻ്റെ അടുക്കൽ സംശുദ്ധമായ ഏറ്റവും ഫ്രഷായ കനം തൂങ്ങുന്ന അമലുകൾ നാളെ തൂക്കി നോക്കുമ്പോൾ ഈ ദിനങ്ങളിൽ ചെയ്ത നന്മകളാണത്രേ ഏറ്റവും കൂടുതൽ കനം തൂങ്ങുക എന്നാണ്. അത്രമേൽ പുണ്യം കിട്ടുന്ന ദിവസങ്ങളാണ്. ഇനി മാത്രമല്ല, എന്തുകൊണ്ടാണത്രേ ഇത്രമേൽ ശ്രേഷ്ഠത ഈ ദിനങ്ങൾക്കുണ്ടാകാൻ കാരണം? എന്തൊരു പ്രത്യേകത വേണ്ടേ? ദുൽഖഅദയിൽ ആദ്യ 10 കഴിഞ്ഞു, അതിൻ്റെ മുമ്പുള്ള ഓരോ മാസത്തിലെ 10 കഴിഞ്ഞു. ആ ദിനങ്ങളിലൊന്നുമില്ലാത്ത ശ്രേഷ്ഠത എന്തേ?
അടുത്ത മാസത്തിലെ ആദ്യ ദിനങ്ങൾക്കുണ്ടാകാൻ കാരണം നോക്കൂ നിങ്ങൾ, അതിന് പണ്ഡിതന്മാർ തെളിവുദ്ധരിച്ചുകൊണ്ട് പറഞ്ഞ കാര്യം ഉമ്മഹാത്തുൽ ഇബാദ, സന്നിവേശിക്കുന്ന ദിനങ്ങളാണ്. എന്താണ് ഈ ഉമ്മഹാത്തുൽ ഇബാദ എന്ന് പറഞ്ഞാൽ? ഇബാദത്തുകളുടെ മാതാക്കൾ, ഇബാദത്തുകളുടെ ഉമ്മമാര്. ഒരു ഉമ്മാക്ക് എത്ര സ്ഥാനമുണ്ടോ അത്രമേൽ സ്ഥാനമാണ് ഇബാദത്തുകളിൽ ചില ഇബാദത്തുകൾക്ക്. അതേതൊക്കെയാണ്? ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ട പഞ്ചസ്തംഭങ്ങളാണ് ഉമ്മഹാത്തുൽ ഇബാദ. ഏതാണ് ആ പഞ്ചസ്തംഭങ്ങൾ? ഇസ്ലാം കാര്യങ്ങൾ ഷഹാദത്ത് കലിമയാണല്ലോ ഒന്നാമത്തത്. അത് കഴിഞ്ഞ പിന്നെ ആ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട നാലെണ്ണമാകുന്ന ഇബാദത്തില്ലേ? നിസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ്. ഈ പറയപ്പെട്ട ഉമ്മഹാത്തുൽ ഇബാദകൾ മുഴുവൻ സന്നിവേശിക്കുന്ന ദിനങ്ങളാണ് ഈ ദിവസങ്ങളെന്നാൽ. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ഇസ്ലാമിക ചരിത്രത്തിൽ അഹ്ലുസുന്നയുടെ പണ്ഡിതനാണ് ഇബ്നു ഹജർ അസ്ഖലാനി. സ്വഹീഹുൽ ബുഖാരിക്ക് ശറഹ് എഴുതിയ പണ്ഡിതനാണ്. നമുക്കൊക്കെ അറിയാലോ, 16 കൊല്ലമെടുത്ത് സ്വഹീഹുൽ ബുഖാരിക്ക് ശറഹ് എഴുതി ഫതഹുൽ ബാരി എന്ന ഗ്രന്ഥത്തിന് പേര് കൊടുത്ത, ഇസ്ലാമിക ലോകത്ത് ഇപ്പോഴും പ്രമാണബദ്ധമായ നിലപാടുകൾ സ്വീകരിക്കാൻ വേണ്ടി വിദ്യാർത്ഥികൾ പഠനവിധേയമാക്കുന്ന ഗ്രന്ഥമാണ് ഫതഹുൽ ബാരി. ആ ഫതഹുൽ ബാരിയുടെ കർത്താവാണ് ഇബ്നു ഹജർ അസ്ഖലാനി. ആ ഇബ്നു ഹജർ അസ്ഖലാനി പറയുന്നു, വല്ലദീ യുദ്ഹിറു അന്ന സബബ ഫീ ഇംതിയാസ് അശ്രി ദിൽ ഹിജ്ജ لمكان اجتماع الأمهات العبادة فيه وهي الصلاة والصيام والصدقة والحج ولا يتأتى ذلك في غيره. ചുരുക്കത്തിൽ അതിൻ്റെ ആശയം പറഞ്ഞെന്താ? എന്തുകൊണ്ടാണ് അത്ര ദുൽഹിജ്ജ 10 ശ്രേഷ്ഠതയുണ്ടാകാൻ കാരണം? ഉമ്മഹാത്തുൽ ഇബാദ, ഞാൻ നേരത്തെ പറഞ്ഞ ഇബാദത്തുകളൊക്കെ സന്നിവേശിക്കുന്ന ദിവസങ്ങൾ. നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത്, സ്വതക്ക. അവിടെ സക്കാത്ത് സ്വതക്കയാണല്ലോ. ആ സക്കാത്താകുന്ന നന്മ സ്വതക്കയാണ്. അപ്പം ആ സ്വതക്കും ഏറെ പുണ്യം കിട്ടുന്ന ദിനങ്ങളാണ് എന്ന് പഠിപ്പിച്ചു. അതൊക്കെ സന്നിവേശിക്കുന്നത്. എന്നിട്ട് ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞെന്താ? ഈ ലാസ്റ്റ് അവസാനത്തിൽ എന്താ പറഞ്ഞത്? വലാ യതഅത്താ ദാലിക ഫീ ഗൈരിഹി. വേറെ ഒരു ദിനങ്ങളിലും ഇങ്ങനല്ല. വേറെ ഒരു ദിനങ്ങളിലും ഇത്രമേൽ നന്മ കിട്ടുന്ന ദിവസങ്ങളില്ല. മാത്രമല്ല, നമ്മളിപ്പോൾ എത്ര സമയം സംസാരിച്ചില്ലേ ഈ ദിവസങ്ങളെക്കുറിച്ച്? ഖുർആനിൽ ഹജ്ജിൽ വന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ, അയ്യാമി മാലൂമാത്ത്. ഇനി നമുക്കൊക്കെ അറിയുന്ന അമ്മ ജുസയിലെ ചെറിയൊരു അധ്യായമാണ് സൂറത്തുൽ ഫജ്ർ. ആ ഫജ്റിന്റെ ആദ്യത്തെ 2 ആയത്തുകൾ എന്താ? വൽ ഫജ്ർ വലയാലിൻ അശ്ർ. വൽ ഫജ്ർ എന്ന് പറഞ്ഞാൽ പുലരി തന്നെയാണ്, പ്രഭാതം തന്നെയാണ് സത്യം. വലയാലിൻ അശ്ർ, 10 രാത്രികൾ തന്നെയാണ് സത്യം. കണ്ടോ? ലൈൽ എന്ന് പറഞ്ഞ രാത്രിയല്ലേ? ആ വലയാലിൻ അശ്ർ എന്ന് പറഞ്ഞ ഏതാണ് 10 രാത്രികൾ? ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, വല്ലയാലി അൽ അശ്ർ. ആ 10 രാത്രികൾ എന്ന് പറഞ്ഞാൽ അൽ മുറാദു ബിഹാ അശ്റു ദിൽ ഹിജ്ജ. കാര്യം വ്യക്തമാണ്. അതുകൊണ്ടുള്ള ഉദ്ദേശം ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിനങ്ങളാണ്. ഇതാര് പറഞ്ഞു എന്ന് ഇബ്നു കസീർ പറയാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ സ്വഹാബികളല്ലേ, ഇബ്നു അബ്ബാസ്, ഇബ്നു സുബൈർ, മുജാഹിദാകുന്ന താബിഈ മുജാഹിദ് റഹിമഹുല്ലാഹ്, വഗൈറു വാഹിദിൻ മിനസ് സലഫി വൽ ഖലഫ്, സലഫുകൾ ഖലഫുകളൊക്കെ പറഞ്ഞു. അപ്പം ഇനി നമുക്ക് ഈ ആദ്യ ദിവസങ്ങൾ മടി പിടിച്ചിരിക്കാൻ സമയമല്ല. കാരണം മരിക്കപ്പെടെന്നറിയില്ല. ഓരോ മരണങ്ങളും അല്ലേ, ബഹാസിൻ്റെയും റഹീസിൻ്റെയും ഒക്കെ മരണം നമ്മൾ കേട്ടു. മങ്കടയിലെ, മലപ്പുറം ജില്ലയിലെ ആ 20 വയസ്സുകാരൻ്റെ, 18 വയസ്സുകാരൻ്റെ, 19 വയസ്സുകാരൻ്റെ, മറ്റൊരു 18 വയസ്സുകാരൻ്റെ 4 പേരുടെ മരണം നമ്മൾ കേട്ടില്ലേ? അല്ലേ? ഒരു ചെറുപ്പക്കാരല്ലേ, ഒരു ബൈക്കൊക്കെ എടുത്തിട്ട് മഞ്ചേരിയിലൊരു മലൻ്റെ മേലെ പോയിരുന്നതാണേ. ചെറിയൊരു ഇടിമിന്നലാണ്. എന്നാലും ഇപ്പം എന്തൊക്കെ ഇടി പൊട്ടി ഇവിടെ നമ്മുടെ നാട്ടിൽ അല്ലേ? അതിലേതെങ്കിലും ഒന്നിപ്പോൾ നമ്മളടുത്ത് കൂടി പോയാൽ പോരെ. അല്ല നമ്മളെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരു മരിച്ചു. ഓൽക്ക് 4 ആൾക്കുള്ള ഖബർ അടുത്തടുത്ത് അങ്ങോട്ട് പണിതു. എന്തല്ലേ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ കാണിച്ചിരുന്നു. മുഖ്യധാര പത്രമാധ്യമങ്ങളിലൊക്കെ അത് വാർത്തയായിരുന്നു. സഹോദരങ്ങളെ, ഇതിന് സമയമല്ല, നേരല്ല. നമ്മളിങ്ങനെ കുടുംബത്തിൻ്റെ കൂടെ ഹാപ്പി ആയിട്ടിരുന്ന് ഇങ്ങനെ സംസാരിക്കുകയായിരിക്കും. വേണ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെ ഇങ്ങനെ സന്തോഷത്തോടെ ഒരു ട്രിപ്പിലായിരിക്കും.
കണ്ടില്ലേ? കോയമ്പത്തൂർ ജില്ലയിലെ ഒരു സുന്ദരമായ പ്രദേശത്ത് നിന്ന് യാത്ര ചെയ്ത് പോരുന്ന മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണക്കടുത്തുള്ള പാങ് സ്കൂളിലെ അധ്യാപകരുടെ മരണം കേട്ടില്ലേ? എന്താണ് ആ സിറ്റുവേഷൻ? എന്താണ്? സന്തോഷം. പക്ഷെ അതെവിടെ കലാശിച്ചത്? അങ്ങനെ ആലോചിച്ചാൽ മതി. ഈ ഖുത്ബ പറയുന്ന ഞാൻ ഇത് കഴിഞ്ഞിട്ട് താഴത്തേക്ക് ഇറങ്ങുന്ന പോലും ഉറപ്പില്ല. സഹോദരങ്ങളെ, അള്ളാഹിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ നന്മയുടെ ഭണ്ഡാരങ്ങളുമായി ചെന്ന് നിൽക്കണ്ടേ? അതിനുള്ള അവസരങ്ങളാണ് ഈ പറയുന്നത്. ചിന്തിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിക്കണമേ എന്നൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. ഈ ദിവസത്തിൻ്റെ പ്രത്യേകതകൾ പറയുന്ന ഭാഗത്ത് ഹജ്ജ് എന്ന് പറയുന്ന മഹാനന്മയുടെ, നമ്മുടെ നാട്ടിൽ നിന്ന് കുറേ ആളുകൾ ഹജ്ജിന് പോയിട്ടുണ്ട്. മെസ്സേജ് വഴിയും ഫോൺ കോൾ വഴിയും നേരിട്ട് കൊണ്ടുമൊക്കെ പ്രത്യേകം നമ്മളെ അറിയിച്ച് യാത്ര പോയ ആളുകളുണ്ട്. അവരൊക്കെ ഹജ്ജിന് വേണ്ടി മക്ക അണയുന്ന സമയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാട്ടിൽ നിന്ന് ഹജ്ജിനായി പോകുന്ന ആളുകൾക്ക് മഖ്ബൂലും മബറൂറുമായ ഹജ്ജ് ചെയ്ത് തിരിച്ചു വരാനുള്ള തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇതിൽ ഹജ്ജ് ചെയ്യാൻ ഏറെ ആഗ്രഹിക്കുന്ന മനസ്സുകളുണ്ട്. അവിടെ ഈ മഹാ ഇബാദത്തിൽ ഒരിക്കലെങ്കിലും സംഗമിക്കാനുള്ള അവസരം അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഹജ്ജ് കർമ്മം അത് നിർവഹിക്കാനായി അള്ളാഹു നിശ്ചയിച്ച ദിവസങ്ങളാണ് ദുൽഹിജ്ജയിലെ 8ാമത്തെ ദിവസം. അതിന് യൗമുത് തർവിയ എന്ന് പറയാം. അത് ഈ പറഞ്ഞ ദിവസത്തിലല്ലേ. ദുൽഹിജ്ജയിലെ ആദ്യ 10ലാണ് യൗമുത് തർവിയ. അന്ന് എന്താണ് യൗമുത് തർവിയൻ്റെ പ്രത്യേകത? എന്താണ്? ഈ ദിവസത്തിലാണ് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ ആരംഭിക്കുന്നത്. ഈ ദിവസത്തിലാണ് ഹജ്ജിൻ്റെ കർമ്മം. അതാണ് യൗമുത് തർവിയ എന്ന് പറയുന്നത്. അന്ന് ഹജ്ജാജിമാർ എന്താ ചെയ്യണത്? തൽബിയത്ത് ചൊല്ലിയിട്ട് മക്കയിൽ നിന്ന് മിനയിലേക്ക് പോകുന്ന ദിവസം. പിന്നെ ദുൽഹിജ്ജ 9, അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല, അത് പല ആൾക്കാർക്കും അറിയാം. യൗമു അറഫ, അൽ ഹജ്ജു അറഫ എന്നാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? അത് അറഫയാണ്. കാരണം ഒരേ വസ്ത്രത്തിൽ ഒരേ പ്രഖ്യാപനവുമായി അല്ലേ, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ലോകത്ത് ഇന്നേ വരെ പ്രഖ്യാപിക്കാൻ കഴിയുന്നതിൽ ഏറ്റവും സംശുദ്ധമായ പ്രഖ്യാപനം, റബ്ബേ നിനക്ക് പങ്കുകാരില്ല കേട്ടോ, നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങളിതാ വന്നിരിക്കുന്നു എന്നാണ്. ഇതൊക്കെ ചൊല്ലണ ആൾക്കാരും പോണതായി കൂടിയാ ഒടുങ്ങാക്കാട് മക്കാമ കൂടിയാ പോണത്. ഇതൊക്കെ ചൊല്ലണ പോലെ ജാറത്ത് പോയിട്ടാ പോണത്. ഇതൊക്കെ ചൊല്ലണോന് മഹാന്മാരുടെ മക്ബറകൾക്ക് മുമ്പിൽ ചെന്ന് ഗദ്ഗത കണ്ഠനായി കരഞ്ഞുകൊണ്ട് ശൈഖ് അവറുകളെ, തങ്ങളെ, ഹജ്ജിന് പോവുകയാണ്, കുഴപ്പമില്ലാതെ പോയി വരണുള്ള തൗഫീഖ് തരണം അല്ലേ. എന്നിട്ട് ഓല അവിടെ ചെന്ന് എന്താ പറയണേ? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലേ എന്ന് പറഞ്ഞിട്ട് തൽബിയത്ത് ചൊല്ലുന്നു. ഇതൊക്കെ പറഞ്ഞിട്ടാ പോണത്. എന്താ കാര്യം? മക്കയിലെ മുശ്രിക്കുകളും ചൊല്ലിയ തൽബിയത്താണത്. അറിയുക, മക്കയിലെ മുശ്രിക്കുകൾ ചൊല്ലിയ തൽബിയത്താണ്. അബൂജഹലും മുഅ്തബമാരും ഷൈബമാരും ഹജ്ജ് ചെയ്ത സമയത്ത് ലബ്ബൈക ചൊല്ലിയിട്ടുണ്ട്. ഏത് ലബ്ബൈക? ലാ ശരീക ലക ലബ്ബൈക്, പങ്കുകാരില്ല. ഇത് കേൾക്കുമ്പോൾ നമ്മളെ നേതാവ് പറയും ഖദിൻ ഖദിൻ, മതിട്ടോ ഇനി ബാക്കി ചെല്ലല്ലേ. പക്ഷെ ഒരു നിർത്തൂല. ഒരു പറയും ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക്, റബ്ബേ ഒരു പങ്കുകാരൻ ഒഴികെ, ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക്, ആ പങ്കുകാരൻ ഉടമപ്പെടുത്തുന്ന എന്തെല്ലാം ഉണ്ടോ അതൊക്കെ നീ നൽകിയതാണ്. നമ്മുടെ നാട്ടിലെ ആളുകൾ മഹാന്മാരോട് ചോദിച്ചാൽ ശിർക്കാകൂല എന്ന് പറയാൻ ഡെഫിനിഷൻ കൊണ്ടുവരാറുള്ളത് എന്താ? അല്ല കൊടുത്ത കഴിവാണെന്ന് വിചാരിച്ചാൽ ഒരു തെറ്റുമില്ല. മുഹ്യദ്ദീൻ ശൈഖിനോട് കുട്ടിയെ ചോദിക്കുമ്പോൾ, മമ്പറം തങ്ങളോട് രോഗം മാറാൻ വേണ്ടി പറയുമ്പോൾ, CM മടവൂരിനോട് കാര്യാവശ്യങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അത് അവരുടെ സ്വയം കഴിവാണെന്ന് വിശ്വസിച്ച് ചോദിച്ചാലേ ശിർക്കാവും, അല്ലെങ്കിൽ ലാ ശിർക്ക്.
അപ്പം മക്കാ മുശ്രിക്കുകളോ ഓലെന്താ പറഞ്ഞത്? അല്ല ഞങ്ങൾ വിശ്വസിക്കണ ഓല പങ്കുകാരാരാ നിങ്ങൾ? CMO മെമ്പർത്ത് തങ്ങളൊന്നല്ല, അഡ്രസ്സുള്ള ആൾക്കാരാണ്. അഡ്രസ്സുള്ള ആൾക്കാർ? അള്ളാഹുവിൻ്റെ കൂട്ടുകാരൻ എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയ ഇബ്രാഹിം അലൈഹിസ്സലാം. ഞാൻ പരിചയപ്പെടുത്തണോ അദ്ദേഹത്തെ നിങ്ങൾക്ക്? ആ ഇബ്രാഹിം നബി മാത്രമാണോ അദ്ദേഹത്തിൻ്റെ പുന്നാര മകൻ പ്രാർത്ഥിച്ച് കിട്ടിയ ഇസ്മായിൽ അലൈഹിസ്സലാം? ലാത്ത, ഉസ്സ, മനാത്ത, ഹുബുൽ ചില്ലറക്കാരൊന്നുമല്ല. ലാത്തയക്കാരെ സ്വാലിഹായ മനുഷ്യനായിരുന്നു ഇബ്നു കസീർ പറയുന്നത്. ഓലാരും ലാത്ത സ്വയം കഴിവുള്ളാണെന്ന് വിശ്വസിച്ചിട്ടില്ല, അള്ളാനെ പോലത്തെ ഇലാഹാണെന്നും വിശ്വസിച്ചിട്ടില്ല. ഈ ഡെഫിനിഷൻ വെച്ചുകൊണ്ടാണ് പാവങ്ങളെ ജാറങ്ങളുടെ സമീപത്തേക്ക് ഈ ഉമ്മത്തിലെ പണ്ഡിത വേഷധാരികൾ കൊണ്ടുപോകുന്നതെന്ന് ഓർക്കുമ്പോൾ അവർക്ക് ചിന്തിക്കാനുണ്ട്. യൗമു തെർവിയയിലും യൗമു അറഫയിലും അവർക്ക് ചിന്തിക്കാനുണ്ട്. ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം യൗമു അറഫ, അത് ദുൽഹിജ്ജ 9-നാണ്. പിന്നെ പറഞ്ഞത് ദുൽഹിജ്ജ 10-ആണ്. ഈ പറയപ്പെട്ട ദിനങ്ങളിലെ ലാസ്റ്റ് ദിനം അന്ന് അറവിൻ്റെ ദിവസമാണ്. ഹാജിമാർ അറക്കുന്ന ദിവസമാണ്, യൗമുൻ നഹർ എന്നാണ് അറിയപ്പെടുന്നത് തന്നെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ദിനങ്ങളെ കാര്യമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി നിങ്ങളോട് ഇതിൻ്റെ അവസാനത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഇനിയിപ്പോൾ ഇതൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. ഉണ്ടാവും എനിക്കറിയില്ല, സാധ്യത ഉണ്ടെന്ത്? ഇപ്പം ഈ ദിവസങ്ങളിൽ ഈ പറയപ്പെട്ട നന്മകളല്ലാതെ വേറെ എന്തെങ്കിലും എക്സ്ട്രാ ചെയ്യാനുണ്ടോ? അതിലൊന്നാമത് നമുക്ക് ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഹജ്ജിന് പോയ ആൾക്കാരുണ്ടല്ലോ, ഹജ്ജ് ചെയ്യാം, ഉംറ ചെയ്യാം, ഇതൊക്കെ പഠിപ്പിക്കപ്പെട്ട നന്മകളാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ശ്രദ്ധിക്കാനുള്ള ദിവസം ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിലെ ഖുതുബയിൽ നമ്മൾ അതൊന്നുകൂടി ഓർമ്മപ്പെടുത്തും. ദുൽഹിജ്ജയിലെ 9-ന്റെ നോമ്പ് നമുക്ക് പ്രത്യേകം നോക്കാനുള്ളതാണ്. വിശ്വാസികളായ നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രത്യേകമായി ചെയ്യാനുള്ളൊരു നോമ്പാണ് ദുൽഹിജ്ജ 9-ന്റെ നോമ്പ്. ആ നോമ്പിനെ കുറിച്ച് എന്താ നമ്മുടെ നേതാവ് പറഞ്ഞത്? കാന റസൂലുള്ളാഹി യസൂമു ദിൽഹിജ്ജ, ദിൽഹിജ്ജയുടെ 9-ന് അവിടുന്ന് നോമ്പ് നോറ്റിരുന്നു എന്നാണ്. ആ നോമ്പിൻ്റെ പ്രത്യേകത ഈ വർഷത്തിലെ എല്ലാ തെറ്റുകുറ്റങ്ങളും നമുക്ക് പുറത്തു തരുന്ന നോമ്പാണ്. അതെല്ലാവരും നോക്കാൻ എന്ത് ചെയ്യണം? ഇപ്പം തന്നെ തീരുമാനിക്കണം. സുന്നത്തല്ലേ എന്ന് പറഞ്ഞിട്ട് അത് തള്ളിക്കളയേണ്ട, അത് വേറെ പുണ്യമുള്ളൊരു നോമ്പാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ചെയ്യേണ്ട മറ്റ് നന്മ എന്താ പറയുക? ധാരാളം അദ്കാറുകൾ അധികരിപ്പിക്കുക. ഹദീസിൽ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. നേതാവ് പറഞ്ഞതെന്താ? നമ്മുടെ കരള് പറഞ്ഞതെന്താ? മാമിൻ അയ്യാമിൻ അഅ്ളമു ഇൻദല്ലാഹ് വലാ അഹബ്ബു ഇലൈഹി മിനൽ അമലി ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അശർ. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഹദീസിൻ്റെ ടെക്സ്റ്റ് തന്നെയാണ് അവിടെ ഉള്ളത്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദിനങ്ങളാണ്, അതാണ് ആ പറഞ്ഞത്. ഇനി ചെയ്യേണ്ടത് എന്താണെന്നറിയോ? അതാണ് ഹദീസിൻ്റെ ബാക്കി. ഫഅക്സിറൂ ഫീഹിന്ന മിനത് തഹ്ലീൽ, അന്ന് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് കുറേ ചൊല്ലണേ എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ധാരാളം ചൊല്ലുക. അതോടൊപ്പം തക്ബീർ, അല്ലാഹു അക്ബർ, നമസ്കാര സെഷൻ ചൊല്ലലുണ്ട്. അതിൻ്റെ പുറമെ ഈ 10 ദിനങ്ങളിൽ പ്രത്യേകം ചൊല്ലിയാൽ കൂലി കിട്ടുന്ന ദിക്റാണ് ഇതൊക്കെ. അപ്പം ആ ഉദ്ദേശം തന്നെ ചൊല്ലിക്കോളി. ലാ ഇലാഹ ഇല്ലല്ലയും അല്ലാഹു അക്ബർ തീർന്നില്ല. ഏറ്റവും നല്ല പ്രാർത്ഥനയാണ് അഫ്ളലു ദുആ, പ്രാർത്ഥനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥനയാണിത്. ഒരു ചെറിയ വാക്ക്, ഏറ്റവും നല്ല പ്രാർത്ഥന ഏതാ? ഹദീസിൽ വന്നു. ഏതാണത്? അൽഹംദുലില്ലാഹ്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാക്കാണെന്നാണ്, ഏറ്റവും ഇഷ്ടമുള്ള പ്രാർത്ഥനയാണെന്നാണ് അൽഹംദുലില്ലാഹ്. ഇതൊക്കെ അധികരിപ്പിക്കാൻ പഠിപ്പിച്ചതായി നമുക്ക് കാണുവാൻ കഴിയും. പിന്നെ ധാരാളം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചെയ്തതായിട്ട് കാണാൻ പറ്റും. അങ്ങാടിയിലൊക്കെ പോയിട്ട് തക്ബീർ മുഴക്കിയിരുന്നതാണ്. പ്രത്യേകിച്ച് ഇപ്പം പെരുന്നാളൊക്കെയല്ലേ വരുന്നത്, അവിടെ നമ്മൾ അതിനുമായി ബന്ധപ്പെട്ട സുന്നത്തുകൾ സൂചിപ്പിക്കും. ഈ ദിവസങ്ങളിലും നമുക്ക് തക്ബീറുകൾ ചൊല്ലാം. എന്താ തക്ബീർ? അല്ലാഹു അക്ബർ. അങ്ങാടിയിലൊക്കെ ചെന്നിട്ട് ഉറക്ക പറഞ്ഞിരുന്നു. ആര്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പോലെയുള്ള ഇബ്നു ഉമർ മുത്തബിഉസ് സുന്ന റളിയല്ലാഹു അൻഹുമാ, ഇവരൊക്കെ അത് ചെയ്തിരുന്നു എന്നാണ്. പിന്നെ ചെയ്യേണ്ട നന്മ എന്താണെന്നറിയോ? പറ്റുമെങ്കിൽ മനസ്സിൽ ഇങ്ങനെ അടുക്കി സൂക്ഷിച്ചു വെച്ചോളി. ഇസ്തിഗ്ഫാറും തൗബയും ധാരാളം അധികരിപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ദിനങ്ങളാണെന്നാണ്. തെറ്റ് ചെയ്യാത്തവർ ആരുമില്ലല്ലോ. ദിനങ്ങളോളം, ദിവസങ്ങളോളം, എല്ലാ ദിവസങ്ങളിലും ഓരോ സമയങ്ങളിലും അറിഞ്ഞുകൊണ്ട് വരെ തെറ്റ് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഞാൻ ഈ ചെയ്യുന്നത് തെറ്റാണ്, അറിയാതെ തെറ്റ് ചെയ്യുന്നവരുണ്ട്.
സഹോദരങ്ങളെ, സഹോദരിമാരെ, ധാരാളം അത്താഇബു മിനദ്ദംബ് ലാ കമല്ലാ ദംബ ലഹു എന്നാണ്. തൗബ ധാരാളം ചെയ്യുന്ന ആൾക്കാർക്ക് പാപങ്ങളില്ലാത്തവരെ പോലെയാണ് അവർ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. പിന്നെ ചെറുതും വലുതുമായ എന്തൊക്കെ നന്മയുണ്ടോ അതൊക്കെ നിങ്ങൾ പ്രത്യേകം ഈ ദിവസങ്ങളിൽ, ഞാൻ പറഞ്ഞില്ലേ, അന്നൊരു സ്വതക്ക കൊടുത്താൽ 1000 ദിവസം സ്വതക്ക കൊടുത്ത കൂലിയാണ്. അപ്പം ആ നെയ്യത്തിൽ എന്ത് ചെയ്യുക? അറിഞ്ഞുകൊണ്ട് തന്നെ കുറേ നന്മ ചെയ്യാം. ഒരു പുഞ്ചിരി പോലും, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅൻ, നന്മയിൽ നിന്ന് ഒന്നിനെയും ചെറുതായി കാണണ്ട. നേതാവിൻ്റെ വാക്കാണ്. ഏതുവരെ? വലൗ അൻ തൽക അഖാക ബിവജ്ഹിൻ ത്വലിഖിൻ, ഒരാളെ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കണ നന്മ ഉണ്ടല്ലോ, അത് നന്മയാണ്. ഭാര്യയോട് ചിരിക്കുക, ഭർത്താവിനോട് ചിരിക്കുക, മക്കളോട് ചിരിക്കുക, കൂടെയുള്ളവരോട് ചിരിക്കുക, നല്ല സന്തോഷത്തോടൊക്കെ ഒന്ന് ഇടപെടുക. അതൊക്കെ നല്ല കൂലിയാണ്. പറ്റുമെങ്കിൽ സ്വതക്ക കൊടുത്തോളി. സ്വതക്ക ചോദിച്ചു വരാൻ ആരും കാത്തിക്കണ്ട. കൊടുക്കാൻ പറ്റിയ കുറേ സ്ഥലങ്ങൾ കൊണ്ടുപോയി കൊടുത്തോളി. കാരണം 1000 ദിവസം നിർത്താതെ സ്വതക്ക കൊടുത്ത കൂലി കിട്ടും. ഞാൻ ഉദാഹരണം പറഞ്ഞാണ്, അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ള നന്മകൾ. നാളെ അള്ളാഹുവിൻ്റെ കോടതി, നിങ്ങൾക്കറിയില്ലേ, എന്നെ ഏറെ ചിന്തിപ്പിച്ചൊരു ഹദീസ് കൂടി പറഞ്ഞിട്ട് ഞാൻ ഖുത്ബ വൈൻഡപ്പ് ചെയ്യാണ്. ഏതാണ് ആ വിഷയം എന്ന് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു ഖബറിൻ്റെ മർറ അല ഖബറിൻ, ഒരു ഖബറിൻ്റെ അടുത്തുകൂടി ഇങ്ങനെ പോയപ്പോഴേ ഈ ഖബറിലെ വ്യക്തി ആരാണ് എന്ന് ചോദിച്ചു. സഹാബികളോട് ചോദിക്കുകയാണ്, ഈ ഖബറിൽ കിടക്കുന്നത് ആരാണ്? ആ സമയത്ത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ പറഞ്ഞു, നബി ഫുലാൻ, ഒരു ഇന്ന വ്യക്തിയാണെന്ന് പറഞ്ഞു. ആരും ആകട്ടെ. പക്ഷെ അവിടുന്ന് പറഞ്ഞെന്താ അറിയോ? ഇപ്പം ഈ ഖബറിൽ കിടക്കുന്ന വ്യക്തി ദുനിയാവിക്ക് തിരിച്ചു വരികയാണെങ്കിൽ അയാൾ ഇഞ്ഞ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു നന്മ ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും എന്ന് പറയുന്നത്? 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമായിരിക്കും. അത്രമേൽ കനമുള്ള നന്മയാണ് നമ്മളൊക്കെ നിസ്കരിക്കുന്ന സുന്നത്ത് നിസ്കാരങ്ങൾ. അവിടെ നാളെ റബ്ബിൻ്റെ കോടതിയിലെത്തുമ്പോൾ നന്മല്ലാതെ വേർക്കാതിരിക്കാൻ നമ്മൾ ഈ ദിനങ്ങൾ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ സിറാത്ത് കടന്ന് സ്വർഗം പുൽകുന്നവരിൽ അള്ളാഹു നമ്മെ ചേർക്കുമാറാകട്ടെ. ദുആ വസിയത്ത് ചെയ്ത രോഗികളുണ്ട്, അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. സാമ്പത്തികമായ ബാധ്യതകളിൽ അകപ്പെട്ട് സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട്, അള്ളാഹു രക്ഷപ്പെടാനുള്ള പരിഹാര മാർഗങ്ങൾ കാണിച്ചു കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ പ്രത്യേകിച്ച് മരണ വീടുകളിൽ നിന്ന് നമ്മോട് പ്രത്യേകം വിളിച്ചറിയിച്ചൊരു കാര്യം, ഉസ്താദ് താങ്ങാൻ കഴിയാത്ത വലിയ സങ്കടത്തിലാണ്, അതുകൊണ്ട് ക്ഷമയ്ക്ക് വേണ്ടി സഹനത്തിന് വേണ്ടി ദുആ ചെയ്യണേ എന്ന് പറഞ്ഞവരുണ്ട്. അള്ളാഹു പ്രത്യേകിച്ച് നമ്മൾ അറിയാത്ത ആളുകളാണെങ്കിലും മിനിഞ്ഞാന്ന് മരണപ്പെട്ട, ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ഖുത്ബക്കിടയിൽ പറഞ്ഞ ആ 4 യുവാക്കൾ, ഇടിമിന്നലേറ്റ് മരിച്ച ആ 4 യുവാക്കൾ, അവർക്കുമുണ്ടാകും മാതാപിതാക്കൾ, അവർക്കുമുണ്ടാകും ആങ്ങള പെങ്ങളമാർ, അതുപോലെ തന്നെ അവർക്കുമുണ്ടാകും കുടുംബാംഗങ്ങൾ, വേണ്ടപ്പെട്ട മറ്റ് സുഹൃത്തുക്കൾ, അവരൊക്കെ തീരാ ദുഃഖത്തിലായിരിക്കും. നമ്മളത് അനുഭവിക്കാത്തത് കൊണ്ട് നമുക്കതിൻ്റെ വേദന അറിയുന്നില്ല. അള്ളാഹു അവരുടെ കുടുംബാംഗങ്ങൾക്കൊക്കെ ക്ഷമയും സഹനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ മക്കളെയും കുടുംബങ്ങളെയും സമൂഹത്തെയും ഒക്കെ അത്തരത്തിലുള്ള പൊടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.